ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ റെയിൽവേയുടെ വിവിധ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പറേഷൻ എടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള ഏറ്റവും നല്ല ബുക്കുകളിൽപ്പെട്ട കുറച്ച് ബുക്കുകൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം വളരെ നമുക്ക് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ കോൺഫിഡൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ അഗർവാൾ എക്സാം കാർട്ടിൻ്റെ ആ ഒരു ബുക്കുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതിന് നമുക്ക് 3 കാറ്റഗറി ബുക്കുകളുണ്ട്. അതിൽ ആ 3 ഓരോന്നും ഞാൻ പറയാം. അപ്പോൾ ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് റീസണിങ്ങിന് നിങ്ങൾക്ക് PYQs ഇത് കണ്ടോ 1200+ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഓതർ പേരൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആകാശ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഗവൺമെൻറ് എക്സാമിന് ഇതിലൊക്കെ വളരെ എക്സ്പേർട്ടാണ് അവർ എന്നുള്ളതാണ്. രണ്ടാമത്തെ നമുക്ക് വന്നിരിക്കുന്നത് ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ സയൻസ് ആണ്. ഇത് RRBയുടെ എല്ലാ എക്സാമിനേഷനും പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാം NTPC, ഗ്രൂപ്പ് D, JE, ടെക്നീഷ്യൻ, LP, അതുപോലെ SI, കോൺസ്റ്റബിൾ, RPFൻ്റെ ഇതൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ 7100+ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളാണ് അതിൽ വരിക. അപ്പോൾ ഈ അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ ഓതർ ഡീറ്റെയിൽസ് ഉണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് റീഡ് ചെയ്യാം. PhD ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ആളുകളാണ് ഇവരൊക്കെ. പിന്നെ വരുന്നത് നമുക്ക് DP സിംഗിൻ്റെ ബുക്കുണ്ട്. ഓക്കെ, 12+ ഇയർ അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കേട്ടോ ഇവരൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മാത്തമാറ്റിക്സ് ആണ്, അതിൻ്റെ PYQs ആണ് 1400+. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസ് അല്ല, ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം, ഓഫറൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് ഇടയ്ക്ക്. അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1100 ആണെങ്കിൽ 599 രൂപ. പിന്നെ മറ്റേത് നിങ്ങൾക്കിവിടെ കാണാം 249 രൂപ. അപ്പോൾ നമുക്കിത് PDF ആയിട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പേപ്പർ കോപ്പി വേണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹാർഡ് കോപ്പി വേണ്ടെങ്കിൽ PDF ആയിട്ടുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഇവരുടെ ഈ പറയുന്ന അഗർവാൾ എക്സാം കാർട്ടിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ് നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് തരാം നിങ്ങൾക്ക്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ അവരുടെ വെബ്സൈറ്റ് ഇങ്ങനെ അടിച്ചാൽ മതി, www.examcart.in എന്ന് എടുക്കുക. ആമസോണിലും എക്സാം കാർട്ട് എന്ന് അടിച്ചു കൊടുത്താൽ അവരുടെ എല്ലാ ബുക്സുകളും കാര്യങ്ങളും കിട്ടും. ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്കുകൾ ഞാൻ തരാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ സയൻസിൻ്റെ ഒക്കെ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ആൻഷ്യൻ്റ് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് വരുന്നത്. ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി, അതിൽ നമുക്ക് ഓരോന്നിലും ഇപ്പോൾ ഏതൊക്കെ എക്സാമിലാണ് എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വെൽ സോർട്ടഡ് ആയിട്ട് നമുക്ക് ഇപ്പോൾ നമ്മളൊരു PYQ എടുത്ത് പഠിക്കുകയാണെങ്കിലും ഈവൻ നമുക്കതിൽ മിക്സഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാകുക, പല ഇയറിൻ്റെ പലതിൻ്റെ. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പറേഷന് വീണ്ടും നമ്മൾ അതിൽ ഒരുപാട് ടൈം കണ്ടെത്തണം. ഇതാകുമ്പോൾ അവർ നല്ല രീതിയിൽ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇത് അവരുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ട ഓരോ എക്സാമിനേഷനും അതിൻ്റെ ക്വസ്റ്റ്യനും എത്രാമത്തെ ഷിഫ്റ്റിലാണ് ആ ക്വസ്റ്റ്യൻ നടന്നത് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ഇയറും എല്ലാം അതിൽ മെൻഷൻ ചെയ്തു. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ട്. അപ്പോൾ LPക്കൊക്കെയാണ് നമ്മൾ പഠിക്കുന്നെങ്കിൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സിലബസായിട്ട് നമുക്ക് പഠിക്കുന്ന സമയത്ത് ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഏതൊരു എക്സാമിനേഷനും ഈ പറയുന്ന ഇത്തരം മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ആ എക്സാമിൻ്റെ ഒരു പൾസ് കറക്റ്റായിട്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പ്രിപ്പറേഷൻ എടുക്കാവുന്നതാണ്. കണ്ടോ, നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ നിങ്ങൾക്ക് ഇതുപോലെ വ്യൂ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൈറ്റിലേക്ക് പ്രവേശിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, ഓരോ ബുക്കിൻ്റെയും കോഡ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മാത്തമാറ്റിക്സ് PYQ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ സൈറ്റിൽ CB2231 എന്ന് പറയുന്നത് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ ഇത് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അഗർവാൾ എക്സാം കാർട്ട് റെയിൽവേ ബുക്സ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേജിലേക്ക് വരും. ഈ പേജിൽ വന്നാൽ നിങ്ങൾക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളും മറ്റതിൻ്റെ സ്കോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റീഡ് ചെയ്യാം മലയാളത്തിൽ. ഇവിടെ കണ്ടോ, റെയിൽവേ പരീക്ഷയ്ക്ക് തയ്യാറാണോ വെച്ചാൽ ഇവിടെ ഒരു ബട്ടൺ കൊടുക്കുന്നത് ബൈ നൗ എന്നുള്ളത്. ഈ ബൈ നൗ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സാം കാർട്ടിൻ്റെ ആ ഒരു പേജിലേക്കാണ് വരിക. അത് മാത്സ് ബുക്കിൻ്റെ പേജിലേക്കാണ്. ഇവിടെ കണ്ടത് മാത്സ് ഞാൻ എടുത്തു വെച്ചാണ്, മാത്സിൻ്റെ ആ പേജിലേക്കാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ചില സമയത്ത് ഓഫറൊക്കെ ലഭിക്കും. കണ്ടോ, റാങ്ക് ബൂസ്റ്റർ മെഗാ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ 25% ഓഫർ. അതിൻ്റെ താഴെ കണ്ടോ യൂസ് SU45 എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്താൽ അതിൻ്റെ ഒരു എക്സ്ട്രാ നമുക്കൊരു 45% പാടെ നമുക്ക് ഓഫർ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇനി വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേപ്പർ കോപ്പി വാങ്ങണമെങ്കിൽ 224 രൂപയാണ്. അതുപോലെ PDF വാങ്ങണമെങ്കിൽ 119 രൂപയേ ഉള്ളൂ. ഇപ്പോൾ PDF എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് PDF ആയിട്ടാണ് നിങ്ങൾക്ക് മൊബൈലൊക്കെ യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, നിങ്ങളുടെ ചോയ്സാണ്. പേപ്പർ കോപ്പി ആണെങ്കിൽ നമുക്ക് ആ കണ്ണിന് അത്ര സ്ട്രെയിൻ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാം.
ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. ആമസോണിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഈ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് എന്ത് ചെയ്യാം, ഇവരുടെ എക്സാം കാർഡ്, ഈ പറയുന്ന എക്സാം കാർഡിൻ്റെ എന്താണ് ബുക്കുകളുണ്ട്. ഇത് പല എക്സാമിനേഷൻ്റെ ഉണ്ട്, RRB മാത്രമൊന്നുമല്ല. ഇപ്പോൾ ഞാൻ RRBൻ്റെ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ആമസോണിൽ നിന്നും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വാങ്ങണമെങ്കിൽ വാങ്ങാം. ഓക്കെ, ജസ്റ്റ് ഞാൻ കാണിച്ചു എന്നുള്ളൂ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് മാത്സിൻ്റെ ആളാണല്ലോ. ഇനിയിപ്പോൾ അടുത്തത് നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ നമുക്ക് നോക്കാം. അടുത്തത് ഞാൻ യെസ് റീസണിങ്ങിൻ്റെ ആണ്. റീസണിങ്ങിൻ്റെ കോഡ് എന്ന് പറയുന്നത് CB2207 ആണ്. അപ്പം നമ്മളിവിടെ കണ്ടോ മുകളിൽ സെർച്ച് എന്നുള്ള ഭാഗമുണ്ടല്ലോ, സെർച്ച് ബാറിൽ നമ്മൾ CB 2209 എന്ന് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് സെർച്ച് എന്ന് കൊടുക്കുക. സെർച്ച് കൊടുത്താൽ നമുക്ക് ആ ബുക്ക് അവിടെ വരും. കണ്ടോ, റെയിൽവേയുടെ ജനറൽ അവയർനെസ് ആൻഡ് റീസണിങ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അതിൽ ക്ലിക്ക് ചെയ്താൽ പേജിലോടായി വരും. അപ്പോൾ നമുക്കത് ബൈ ചെയ്യാനുള്ള, അതായത് പേപ്പർ കോപ്പി വാങ്ങാം അല്ലെങ്കിൽ PDF വാങ്ങുകയാണെങ്കിൽ 239 രൂപ വരെ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് ഞാൻ കാണിച്ച എല്ലാ കണ്ടൻറ്റും നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഓക്കെ, അതിൻ്റെ എല്ലാതും നിങ്ങൾക്ക് നെക്സ്റ്റ് അടിച്ച് നിങ്ങൾക്ക് എന്താ വ്യൂ ചെയ്യാം കേട്ടോ. അതിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇൻഡെക്സിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ 45% വേറെയും അതിൽ ഓഫർ ഉണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത് നമുക്ക് വരുന്നത് ഇതാണ്, മാത്തമാറ്റിക്സിൻ്റെ പറഞ്ഞു, പിന്നെ ഇത് പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് CB22 ഇതല്ല റീസണിങ്ങിൻ്റെത്. റീസണിങ്ങിൻ്റെ CB2207 ആണ്. ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കുക, വീണ്ടും CB2207 എന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് റീസണിങ്ങിൻ്റെ ഇവിടെ ഇതേപോലെ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റീസണിങ്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ അതിൽ ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കവർ പേജിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് നമ്മൾ പേപ്പർ കോപ്പി വാങ്ങുകയാണെങ്കിൽ 187, PDF വാങ്ങുകയാണെങ്കിൽ വെറും 99 വരിക. അപ്പോൾ ഞാനിവിടെ ബൈ നൗ എന്നുള്ള വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ PDF ആണ് എടുക്കുന്നത്. PDF എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനത് ഓൾറെഡി മുൻപ് എടുത്താണ്. ഓക്കെ, ഇവിടെ ബൈ നൗ എന്നുള്ള കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആഡ് കാർട്ട് കൊടുത്ത് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ PDF കൊടുക്കുന്ന സമയത്ത് ഉണ്ടോ 99 രൂപയാണ് നമുക്ക് ഐറ്റത്തിന് വരുന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഞാൻ പറഞ്ഞില്ലേ SU 45 നൽകുന്ന അതിൻ്റെ ഒരു 45% നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ എന്നുള്ള കൊടുക്കുന്ന സമയത്ത് നമുക്ക് വെറും 87.12 രൂപയാണ് വരിക. അതാണ് നമുക്ക് മൊബൈൽ നമ്പർ എടുത്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് PDF ഈസി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന പേപ്പർ കോപ്പിയും കിട്ടും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഹാർഡ് കോപ്പി വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹാർഡ് കോപ്പിയും വാങ്ങാവുന്നതാണ് നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വേണമെങ്കിലും വാങ്ങാം. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ മാക്സിമം നിങ്ങൾ റെയിൽവേയിലൊക്കെ പ്രിപ്പറേഷൻ എടുക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം നല്ല ബുക്കാണ്. അതിൻ്റെ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അതിൻ്റെ ഇൻഡെക്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തൊക്കെ ടോപ്പിക്സ് ആണ്, എങ്ങനെയാണ്. അപ്പോൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് ഏത് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ട് അതിൽ എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എന്താണ് PYQs സെറ്റാക്കി അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇതിൽ തന്നെ QR ഉണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഇപ്പോൾ വീഡിയോ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് എന്താണ് ഇത് ഡയറക്റ്റ് QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയും ഡയറക്റ്റായിട്ട് അത് ബൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ നിങ്ങൾക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് ടെസ്റ്റ് പറഞ്ഞിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ ഏത് ഷിഫ്റ്റിലാണ്, ഏത് എക്സാമാണ്, RRB ഗ്രൂപ്പ് D ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ആൻസർ ക്യൂയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബുക്കിൽ. അപ്പോൾ ഇത്രയാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.